ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് എണിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കിന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ. പിന്നെ അച്ചുട്ടിക്ക് ഇന്ന് 9 മണിക്കാണ് ട്യൂഷൻ ഉള്ളത്. അപ്പോൾ ഒരു 8:30-ക്കൊക്കെ എണിച്ചാലും മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ കിടന്നു കേട്ടോ. അപ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നല്ല വെളിച്ചമൊക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എന്തായാലും 8:30-ഒക്കെ ആകുമ്പോൾ എണിച്ചു. ഇനി നമുക്ക് അച്ചുട്ടിക്ക് ചായയൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതൊക്കെ കുടിച്ചിട്ട് വേണം അവന് ട്യൂഷന് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മളിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പിന്നെ ദാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ വന്നേക്കണേ. നേരം വൈകിട്ടുണ്ടല്ലോ, എങ്കിലും കുഴപ്പമില്ല. നേരെ കിച്ചണിലോട്ട് അങ്ങ് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഇനി ചായയും കടിയൊക്കെ ഉണ്ടാക്കണം. അപ്പം എന്നാൽ ചായക്കടി ഓട്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അച്ചുട്ടിക്ക് പഞ്ചസാര ഇട്ടിട്ട് ഓട്സ് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് അവൻ അങ്ങനെ കൊടുക്കും. പിന്നെ ഞാൻ അതിൽ പഴമൊക്കെ നുറുക്കിയിട്ടിട്ട് ഞാനും കഴിക്കും കേട്ടോ. അച്ചു ട്യൂഷന് പോയപ്പോൾ പിന്നെ ഞാനും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. 1 ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ടീ ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ജിമ്മിലും പോയിട്ട് 5-6 ദിവസമൊക്കെ ആയിട്ടുണ്ട്. ഓരോ കാരണത്താൽ അങ്ങനെ മുടങ്ങി പോകുന്നു കേട്ടോ. ഇനി നാളെ മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ചായയോടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുറ്റത്തേക്കൊക്കെ ഇറങ്ങാനുണ്ട്. മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിടണം. പിന്നെ വണ്ടി ഒന്ന് കഴുകണം. ചെടികളൊക്കെ നനയ്ക്കാനുണ്ട്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ മുറ്റത്ത്. അതൊക്കെ ചെയ്യണം. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അച്ചു ട്യൂഷൻ കഴിഞ്ഞിട്ട് വീണ്ടും വന്നു കേട്ടോ. അപ്പോൾ ഒന്ന് 9 മണി മുതൽ 10:30 വരെ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ എക്സാമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൻ എടുത്തുതന്ന വീഡിയോ ആണിത് കേട്ടോ. മുറ്റത്ത് വേറെയും പണി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ ഓലമടലൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കൊത്തി ഒതുക്കാനൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയായ കാരണം അത് പെൻഡിങ്ങിൽ ഇട്ടിട്ട് അത് ഇത്രയും ദിവസമായി കേട്ടോ. ഇന്നും എന്തായാലും ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പോൾ ഈ ഓല കൊത്തി ഒതുക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വീണ്ടും നനയും. അപ്പോൾ ഇനി വീണ്ടും ഉണങ്ങിയതിന് ശേഷം കൊത്തി വയ്ക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇട്ടേക്കാണ് കേട്ടോ. മുറ്റമടിച്ചോറലും ചെടി നനയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ വണ്ടി ഒന്ന് കഴുകണം. വണ്ടിയുടെ സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചേ ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ഈ പൊടിയൊക്കെ പാറുന്ന കാരണം കൊണ്ടേ നല്ല അഴുക്കുണ്ട് വണ്ടിയിലൊക്കെ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഇന്ന് അവരെ അങ്ങ് കുളിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീണ്ടും കിച്ചണിലോട്ട് വന്നത് കേട്ടോ. ഇനി ഉച്ചക്കലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ മുറ്റത്ത് കുറച്ച് നേരം നിന്നപ്പോഴേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ മുറ്റത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി വെച്ചിട്ട് വേഗം അകത്തേക്ക് കയറിയതാണ്. ഫാനിൻ്റെ ചുവട്ടിൽ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഇപ്രാവശ്യത്തെ ചൂട് എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എന്തൊക്കെയാവും അവസ്ഥ എന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഞായറാഴ്ചയായിട്ട് നെയ്ച്ചോറോ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒരു തീരുമാനമെടുത്തു, നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതവിടെ കിടന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഞാൻ നേരത്തെ തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മൾ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ചൂടുവെള്ളം, തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. നെയ്ച്ചോറ് ഞാൻ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല. മുന്നേയും കാണിച്ച നെയ്ച്ചോറൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ചോറൊന്നും കൊണ്ടുപോകാൻ തോന്നാറില്ല. എന്താണെന്നറിയില്ല. ആകെ കുറച്ച് ചോറേ കൊണ്ടുപോകാറുള്ളൂ. പക്ഷേ അത് മുഴുവൻ എനിക്ക് കഴിക്കാനും പറ്റാറില്ല എന്തോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും പഴം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആയ കാരണം കൊണ്ട് ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ നെയ്ച്ചോറാണല്ലോ, നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മ തന്നെയില്ല എന്താ ഞാൻ പറഞ്ഞതെന്ന് കേട്ടോ. നമ്മുടെ നെയ്ച്ചോറിനെ അടുപ്പത്ത് കയറ്റിയപ്പോഴേ പിന്നെ തുണികളൊക്കെ കഴുകി ഇടാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇനി അതൊക്കെ മുകളിൽ കൊണ്ടുപോയി വിരിച്ചിടാനൊക്കെ ഉണ്ട്. ഒരു ഞായറാഴ്ച എന്നുള്ളത് ഇതുപോലെ കുറേ പണികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എവിടെയും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അതുമല്ല അച്ചുവിന് എക്സാമൊക്കെ കഴിഞ്ഞാൽ ഇനി ഫ്രീ ആവുള്ളൂ. പിന്നെ നമുക്ക് ഞായറാഴ്ചകളൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടാവും. അവൻ്റെ എക്സാം കഴിഞ്ഞൊന്ന് സെറ്റാവണം. അതുവരെ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഓരോ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ പോകും.
ചിലപ്പോൾ എല്ലാ ആഴ്ചയും ഇതുപോലത്തെ വീഡിയോസും വിശേഷങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കുന്നൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മുടെ മുടി ഒന്ന് സെറ്റാക്കിയ കാരണം കൊണ്ട് അത് കെട്ടി വെക്കാനും പറ്റാത്തൊരവസ്ഥയായി. പുറത്തെ ചൂടും മുടിയുടെ ചൂടും എല്ലാം കൂടിയിട്ട് നാഗ സീനായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലതാ നെയ്ച്ചോറ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തുണി ഇപ്പുറത്ത് വാഷ് ചെയ്തും കൊണ്ടിരിക്കുന്നു, എല്ലാം ഒപ്പം നടത്തുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കിടന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടണമല്ലോ. അപ്പോൾ നമ്മുടെ ഏട്ടൻ കൊടുത്തയച്ച മുന്തിരിയുടെ പാക്കറ്റാണിത് കേട്ടോ. അത് ലാസ്റ്റായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമൊക്കെ എന്നോ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ മുന്തിരിയാണ് ലാസ്റ്റായത്. അപ്പോൾ ഏട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടുത്തത് ഇറക്കുമതി ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കൊടുത്തയക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, കൂടെ അപേക്ഷിക്കുന്നു. നെയ്ച്ചോറിലേക്ക് വേണ്ട സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പൊരിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ വെതറൂലേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ കുറച്ച് സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതാ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മാത്രം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് അങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു ചിക്കൻ കറി തയ്യാറാക്കണമല്ലോ. അതിനായിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒന്നും ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, അതൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ലേ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ് ഉണ്ടല്ലോ, അനുരാഗ കോൾ എന്ന് പറഞ്ഞിട്ട്, അത് ആൽബമാണോ മൂവിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല. പക്ഷേ ആ പാട്ടുണ്ടല്ലോ, അടിപൊളി പാട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. ഞാനിപ്പോൾ എന്നും കേൾക്കുന്നൊരു പാട്ടാണ് അത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ അതിന്ന് ഫുൾ വോളിയത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ ഞാനും പാടിക്കൊണ്ടാണ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ തൊട്ടേ എനിക്ക് സിനിമയൊന്നും കാണാൻ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. കുറേ നേരം വേസ്റ്റായി പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്സൊക്കെ വെച്ചിട്ട് ഫുൾ സൗണ്ടിൽ വെച്ചിട്ട് നമ്മൾ വീട്ടിലത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോഴല്ലോ അടിപൊളി വൈബാണ് കേട്ടോ. അത് ആസ്വദിക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായി. ഇപ്പോൾ 2 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് എന്തായാലും എല്ലാം ലേറ്റായിട്ടാണല്ലോ. എണിച്ചതും ലേറ്റായിട്ട്, പിന്നെ ചായ കുടിച്ചതും ചോറ് തിന്നണതും എല്ലാം ലേറ്റായിട്ടാണ് കേട്ടോ. ഇനി നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ ഒക്കെ സെറ്റാവും. നമ്മുടെ വീട്ടിൽ അച്ചാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പച്ച മാങ്ങ പൊട്ടിച്ചിട്ട് മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊരു അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കച്ചമ്പറുണ്ടായിരുന്നു. അതൊക്കെ കൂടിയിട്ട് ഞാനും അച്ചും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കണം കേട്ടോ. ഉറങ്ങൊന്നുമില്ല, ചുമ്മാ ഫോണിലും കളിച്ചിട്ട് അങ്ങനെ കിടക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പുത്തമ്പള്ളി ഒന്ന് പോകാനുണ്ട്. പുത്തമ്പള്ളി പോയിട്ട് വരുമ്പോൾ പെട്രോളൊക്കെ അടിക്കാനുണ്ട്. എന്നാൽ പിന്നെ ഇനി നാളെ അതിനായിട്ട് നടക്കണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം വരാനായിട്ട് കേട്ടോ. പിന്നെന്താ, നെയ്ച്ചോറും ചിക്കൻ കറിയും അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ കരുതുന്നുണ്ടാവും സ്വയം ഉണ്ടാക്കിയിട്ട് സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയൊന്നും അല്ലടാ, അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് കൂടുതൽ കഴിച്ചോ എന്നൊരു സംശയം ഇല്ലാതില്ല. പിന്നെ ഒരു കിടത്തൊക്കെ പാസ്സാക്കിയിട്ട് ഇതാ വീണ്ടും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പുത്തമ്പള്ളി പോകാനായിട്ടേ. ഇനി പോയി വന്നിട്ട് കാണാം. സത്യത്തിൽ ഞായറാഴ്ച പുറത്തേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ എന്നും പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഞായറാഴ്ച വീട്ടിലിരിക്കാനേ തോന്നുള്ളൂ, എവിടേക്കും പോകാനൊന്നും അങ്ങനെ തോന്നില്ല. പക്ഷേ ഇന്ന് അത്യാവശ്യമായിട്ട് ATM പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ATM കയറി പോയി തിരിച്ചു വന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു പഴുത്ത ചക്കയുടെ കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് പോയിട്ട് വരുമ്പോൾ കുറച്ച് പച്ചച്ചീരയും പിന്നെ നാടൻ പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ചു ഉപ്പേരി വയ്ക്കാനായിട്ട്. പിന്നെന്താ, മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ, കയ്യോടെ മീനൊക്കെ നന്നാക്കി ഫ്രീസറിൽ വെക്കണം. പിന്നെ ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അത്രയും പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇന്ന് അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലത്തെ പണിയൊക്കെ ഈസി ആവുമല്ലോ. പിന്നെ പുത്തമ്പള്ളിയിൽ തന്നെ ഒരു ഫാൻസി കടയിൽ കയറിയിട്ടോ. അപ്പോൾ അവിടെ ഉണ്ട് നല്ല സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ കമ്മൽ കുറേ ഇരിപ്പുണ്ട് കേട്ടോ. പല കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 10 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 വാങ്ങിച്ചു. പിന്നെയും കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഇനിയും വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ കടയിലത്തെ കുട്ടികൾക്ക് നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോഴേക്ക് അവർ ക്ലോസ് ചെയ്യാനുള്ള തത്രപ്പാടിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വൈകിച്ചില്ല. ഇനി ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.